പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യങ്ങളൊന്നും തീരണില്ല. അതായത് ക്രിസ്തു അന്വേഷണ അനുഭവ യാത്രയിൽ അവസാനം ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതിതല്ല. അതെന്താണ്? യോനായുടെ പുത്രനെ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ, വിശ്വസിക്കുന്നുവെന്നല്ല. അവിടെ വിശ്വാസത്തിനല്ല പ്രാധാന്യം. Take the word of God. Sudhikada hallelujah. Hallelujah, 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 hallelujah. Shwe aradhana, shwe aradhana, mahatma, mahatma, mahatma. യോഹന്നാൻ 21:15. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. ഈ ക്രിസ്തു അനുഭവത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അന്വേഷണാത്മകമായ ഒരു അനുഭവ ആത്മീയതയുടെ സരണികളാണ് നമ്മൾ പടിപടിയായി കയറിക്കൊണ്ടിരിക്കുന്നത്. അവസാനത്തെ ചോദ്യമാണ് എന്താണ്? ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതിൻ്റെ അകത്ത് ഒരു മത്സരമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സൗഹൃദ മത്സരമുണ്ട്. എന്നുവെച്ചാൽ നമ്മൾക്ക് കൃപയിൽ വളരാൻ വേണ്ടിയുള്ള ത്വര, നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങളെല്ലാം ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള അവസരമായി നമ്മൾ വിനിയോഗിക്കണം. അക്കാര്യത്തിൽ നിനക്കൊരു കോമ്പറ്റീഷൻ വന്നാൽ കുഴപ്പമില്ല. നിൻ്റെ ഭർത്താവാണോ, നീയാണോ, നിൻ്റെ അപ്പനാണോ, നിൻ്റെ മക്കളുടെ മക്കളാണോ, അത് നീയാണോ, ആരാണ് ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കുന്നത്? അപ്പോൾ നമുക്ക് ലഭിക്കുന്ന എല്ലാ നഷ്ടങ്ങളും ക്രിസ്തുവെന്ന ലാഭത്തിനു വേണ്ടി നമ്മൾ വ്യയം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കോമ്പറ്റീഷൻ്റെ മുമ്പിലാവും. സാക്ഷ്യത്തിലൂടെയാണ് അത് സാധിക്കുന്നത്. ഈ കോമ്പറ്റീഷൻ്റെ മുമ്പിലാകാൻ, അതായത് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ സകലതും ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് കുപ്പയായി കരുതുന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഫിലിപ്പി 3:8 ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നഷ്ടം വന്നാല് അത് ക്രിസ്തുവിൻ്റെ പ്രതി ആ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്താണ് ഈശോയുടെ നാമത്തിൽ അത് ഏറ്റെടുക്കണം. അപ്പോഴാണ് ഇവരെക്കാൾ അധികമായി നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യം അത് പത്രോസോട് മാത്രം ചോദിച്ചതല്ല, അത് ക്രിസ്തുവിനെ കൺഫ്രണ്ട് ചെയ്ത് എല്ലാവരെയും കൺഫ്രണ്ട് ചെയ്യേണ്ട ഒരു ഉത്തരമാണത്. എന്താണ്? നീ ഇവരെക്കാൾ എല്ലാം അധികമായി. ഇതിനകത്ത് വരുന്നൊരു നേട്ടം ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വരുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും യേശുക്രിസ്തുവിനെ പ്രതി നമ്മളത് വചനം ഒന്നിട്ട് വായിച്ച് ക്രിസ്തുവിനെ പ്രതി ഫിലിപ്പി 3:8 ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ചില കഷ്ടനഷ്ടങ്ങള് എന്നാലും നമുക്ക് സന്തോഷം ഉണ്ടാകണം. എന്താ കാര്യം? അത് നമ്മൾ കർത്താവിനെ നേടാൻ വേണ്ടി കാഴ്ചവെക്കണം. ഈശോയുടെ നാമത്തെ പ്രതി അങ്ങനെയാണ് നമ്മൾ ഇവരേക്കാൾ അധികമായി ഈ മുന്നേറ്റം, ആത്മീയ മുന്നേറ്റം, ക്രിസ്തു അനുഭവ ആത്മബന്ധ മുന്നേറ്റം നടത്തുന്നത് അങ്ങനെയാണ്. പിന്നെ നമ്മൾക്കുണ്ടാകുന്ന ചില രോഗങ്ങൾ, പീഡകളൊക്കെ, അതിൻ്റെ വേദനകൾ, അതുമെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തു ഇതെല്ലാം ഏറ്റെടുക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് നമ്മൾ ഇവരെക്കാൾ അധികമായി ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ കൊളോസ്യസ് 1:24 എടുത്ത്. കൊളോസ്യസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അപ്പൊ കഷ്ടങ്ങളും നഷ്ടങ്ങളും എന്തിനുള്ളതാണ്? ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയുള്ളതാണ്. ഇവരെക്കാൾ അധികം എന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഈ സ്നേഹിക്കുന്ന ചോദ്യത്തിന് ലഭ്യമായ നിലവിലുള്ള കഷ്ടനഷ്ടങ്ങളെ അതിൽ നമ്മൾ വേദനിക്കാതെയും പ്രത്യാശ കൈവിടാതെയും അത് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ദൈവസ്നേഹത്തോട് ഏറ്റെടുത്ത് കഴിയുമ്പോൾ നിനക്ക് കിട്ടാൻ പോകുന്നതിൻ്റെ പേര് അഭിഷേകമെന്നാണ്. എന്താ കാര്യം? ആ കഷ്ടവും നഷ്ടവും നിൻ്റെ അന്തരാത്മാവിനെ തൊടാതെ രീതിയിൽ നീ അഗ്നിയിലൂടെ നടക്കും. എന്നാൽ അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറയുന്നൊരു അഭിഷേകതലമുണ്ട്. ഒരു അഭിഷേകതലം. ഈ അഭിഷേകതലമെന്ന് പറയുന്നത് അനുഗ്രഹത്തിൻ്റെ അവസാനത്തെ രണ്ടാമത്തെ തലമാണ്. നമുക്കെല്ലാം ഉള്ളത് ഈ അനുഗ്രഹത്തിൻ്റെ തലമാണ്. അത് ഈ മിഠായിയും ബലൂണൊക്കെ മേടിക്കുന്ന പ്രായമില്ലേ, അതാണ് ഈ അനുഗ്രഹത്തിൻ്റെ തലമെന്ന് പറയുന്നത്. ആ രണ്ടാമത്തെ തലമെന്ന് പറയുന്നത് അഭിഷേക തലമാണ്. അതായത് ഈ കഷ്ടനഷ്ടങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ പേരിൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ കഷ്ടനഷ്ടങ്ങളുടെ ആഘാതങ്ങൾ ഏൽപ്പിക്കാതിരിക്കാൻ നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറയുന്ന ഒരു അഭിഷേകത്തിൻ്റെ തലമുണ്ട്. അതാണ് രണ്ടാം തല. ആബാപിതാവിനും ഈശോപ്പയ്ക്കും പരിശുദ്ധാത്മാവിനും നന്ദിയും സ്തുതിയും ആരാധനയും മഹത്വവും എന്നേക്കും. പരിശുദ്ധ കൃപാസനം അമ്മയ്ക്ക് അനന്തകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കുന്നു. എൻ്റെ പേര് ഗീത ജോർജ്. ഞാൻ കളമശ്ശേരി സെയിൻറ്റ് ജോസഫ് സോഷ്യൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് സോഷ്യൽ പള്ളിയിൽ ഇങ്ങനെ ആരാധനാ ചാപ്പലിൽ ഇരിക്കുമ്പം അവിടെ ഒരു കൃപാസനത്തിൻ്റെ പേപ്പർ കാണുകയും എടുത്ത് വായിച്ചിട്ടാണ് ഞാൻ മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും നന്നായിട്ട് അറിയുന്നത്.
ചെറുപ്പത്തിലേ മുതലേ തന്നെ അമ്മ മാതാവിനെ ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്ന, എൻ്റെ സ്വന്തം അമ്മയായിട്ട് ഞാൻ കരുതിയിരുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും ചെറുതായിരുന്നപ്പോൾ പോലും വളരെ സങ്കടം വരുമ്പോൾ ഞാൻ എൻ്റെ അമ്മയായിരിക്കണം, എൻ്റെ അമ്മ മാതാവായിരിക്കണം എൻ്റെ അമ്മ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃപാസനത്തിൻ്റെ ഈ പേപ്പർ കിട്ടിയപ്പം വളരെ സന്തോഷമായി. അപ്പം ഒത്തിരി ആ സമയത്ത് എൻ്റെ മകന് ചെറിയ കുട്ടിയായിരുന്നു, അവനൊത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സമയമായിരുന്നു, രോഗവും ഒക്കെ ആയിട്ട്. അപ്പം ഈ മാതാവിൻ്റെ കൃപാസനം പത്രത്തിലുള്ള ഓരോ ദൈവിക പ്രവർത്തനങ്ങളും വായിച്ചിട്ട് ഞാൻ അതുപോലെ പ്രാർത്ഥിച്ച് അവന് ഒത്തിരി രോഗസൗഖ്യങ്ങളുണ്ടാവുകയെല്ലാം ചെയ്തു. അന്ന് മുതൽ ഞാനിവിടെ കൃപാസനത്തിൽ വരാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടും എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. പിന്നീട് കോവിഡിൻ്റെ സമയമായതുകൊണ്ട് കോവിഡിൻ്റേതായ കുറേ പ്രോബ്ലംസൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പിന്നെ ഇവിടെ ഇങ്ങോട്ട് എല്ലാവരെയും വരാൻ പറ്റാത്തതും കൊണ്ട് ഇതിൻ്റെ മുമ്പിൽ കൂടെ ഒരു പ്രാവശ്യം പോയപ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ ധ്യാനം നടക്കുന്നൊരു സമയമായിരുന്നു എനിക്ക് പേപ്പർ കിട്ടിയത്. ആ സമയത്ത് ഞാൻ ധ്യാനത്തിന് വേണ്ടി എല്ലാം ബുക്ക് ചെയ്യും, റൂം വരെ ബുക്ക് ചെയ്താണ്. പക്ഷേ അന്നും എനിക്ക് വരാൻ എന്നെ അമ്മ അനുവദിച്ചില്ലായിരുന്നു. പിന്നീട് ഞാൻ കോവിഡ് സമയത്ത് ഓൺലൈനിൽ കുർബാനയെല്ലാം കൂടുന്ന സമയത്ത് ഞാൻ അന്നങ്ങനെ ഫേസ്ബുക്ക് അങ്ങനെയൊന്നും നോക്കുന്ന ഒരാളായിരുന്നില്ല. അപ്പം ഞാൻ കുർബാന കൂടാൻ വേണ്ടി മാത്രമാണ് യൂട്യൂബൊക്കെ ഉപയോഗിച്ചിരുന്നത്. ആ സമയത്താണ് ഞാൻ കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ അതിനകത്ത് കാണാനിടയായത്. ആദ്യമൊന്നും എനിക്ക് ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയോ ഒന്നും എനിക്കത്ര ഒരു ഇഷ്ടം പോലെ തോന്നിയില്ല. പക്ഷെ പിന്നീട് ഉടമ്പടി നൊവേന എന്ന ഒരു പ്രാർത്ഥന, ഒരു 9 ദിവസം ഉടമ്പടി നൊവേന ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യത്തെ ദിവസം കൂടിയതിന് ശേഷം പിന്നെ എനിക്ക് വളരെ ആ പ്രാർത്ഥനയോട് വളരെയധികം ഇഷ്ടമാവുകയും ഞാൻ 9 ദിവസത്തെ നൊവേന പല പ്രാവശ്യം കൂടുകയും ചെയ്തു. പിന്നെ എപ്പോഴും പ്രാർത്ഥനകൾ കോവിഡിൻ്റെ സമയത്തെല്ലാം എന്നും ആ പ്രാർത്ഥനകൾ കൂടും, അങ്ങനെയെല്ലാം ആയിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഞാനിപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പം മോള് 12th കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലായിരുന്ന സമയത്ത് അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മോൾക്കും ഒരു ഉറപ്പില്ലായിരുന്നു. അപ്പം പുറത്ത് ബാംഗ്ലൂർ പോയി പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്നൊരു ഇതുപോലെ ഹസ്ബൻഡിനൊരു ഫ്രണ്ട് പറഞ്ഞു കാനഡയിലോ അമേരിക്കയിലോ അവളെ വിട്ട് പഠിപ്പിക്കാൻ മേലെയെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു, കൊച്ചിനെ അത്രയും ദൂരെ വിടുക എന്നൊക്കെ പറയുമ്പോൾ വിഷമവും ഭയമൊക്കെ ആയിരുന്നു. പക്ഷേ മാതാവ് അന്ന് എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം 2 കൈ നീട്ടിയിട്ട് പറഞ്ഞത് മോളെ ഇങ്ങോട്ട് വിട്ടോളും, ഞാൻ നോക്കിക്കോളാം എന്നാണ്. അന്ന് ഞങ്ങളുടെ മനസ്സിന് ഭയങ്കര ആശ്വാസമായിരുന്നു ആ മാതാവ് അങ്ങനെ പറഞ്ഞതിന് ശേഷം. അതുകൊണ്ട് തന്നെ ഇന്നും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് ഞാൻ പറയാറുള്ളത്, അമ്മ മാതാവ് കൃപാസന അമ്മ സഞ്ചാരി മാതാവ് എന്നും എൻ്റെ മോളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ എനിക്ക് ഒരു 40 വർഷത്തോളമായിട്ട് എനിക്ക് ഭയങ്കര അലർജിക്കായിരുന്നു. ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പം ജലദോഷവും തുമ്മലും എപ്പോഴും എനിക്ക് അങ്ങനെ ഒരു കർച്ചീഫ് കയ്യിൽ കൊണ്ടുനടക്കാണ്ട് എനിക്ക് ഒരു സമയത്തും പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ചെറുതായിരുന്നപ്പോഴൊക്കെ വളരെ സങ്കടപ്പെട്ടിട്ടുണ്ട്. എനിക്കൊരു ചെറിയ ചൂടോ തണുപ്പോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അലർജി ഉണ്ടാവും. അപ്പം ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് അന്നൊക്കെ. അത് പിന്നെ എനിക്ക് കൂടി ഒരു ശ്വാസമുട്ടലായിട്ട് മാറി. രാത്രിയൊന്നും ഉറങ്ങാൻ പറ്റാതെ ഒരു 25 വർഷത്തോളം ഞാൻ കഷ്ടപ്പെട്ടു. രാത്രികളിൽ ഉറങ്ങാതെ ഭയങ്കര വിഷമിച്ചിങ്ങനെ ഇരുന്ന് അങ്ങനെയാണ്. പിന്നീട് എനിക്ക് അന്നേരം കൃപാസനത്തിൽ വന്ന് ഞാൻ മോള് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു ദിവസം വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ സാധിച്ചു. അപ്പോൾ ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള ഉപ്പും തൈലവും ഒക്കെ പുരട്ടുകയും ഉപ്പ് കഴിക്കുകയും ഞാൻ എല്ലാ ദിവസവും ഇപ്പോഴും എന്നും ഉപ്പ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു നുള്ളുപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കഴിക്കും. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ 40 വർഷത്തോളമായിട്ട് എൻ്റെ അലർജിയും ഒരു 25 വർഷമെങ്കിലും ആയിട്ടുള്ള എൻ്റെ ശ്വാസം മുട്ടലും മാറിക്കിട്ടി. ശ്വാസം മുട്ടൽ ഞാൻ ഉറങ്ങാത്ത രാത്രികളായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അമ്മ മാതാവേ എനിക്കിതൊന്ന് മാറ്റിത്തരണം, ഒന്ന് ഉറങ്ങാൻ എനിക്ക് കൊതിയാവുന്നെന്ന്. അതെനിക്ക് മാറ്റിത്തന്നു. പിന്നെ അതുപോലെ എനിക്ക് അസിഡിറ്റി ഉണ്ടായിരുന്നു, ഭയങ്കര ചെറുപ്പത്തിലേ മുതലേ എനിക്ക് എന്തെങ്കിലും ഫുഡിൻ്റെ പ്രശ്നം വന്നാൽ ഞാൻ ഛർദിയും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു എനിക്ക്. അതും എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഉപ്പും തൈലവും എല്ലാം പുരട്ടിയും ശേഷം എനിക്ക് അതെല്ലാം മാറിക്കിട്ടി.
പിന്നെ എനിക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് മോഷൻ സിക്നെസ് ഉണ്ട്. ഏത് വണ്ടിക്കകത്ത് കയറിയാലും ഞാൻ ഛർദ്ദിക്കുന്ന ഒരാളായിരുന്നു. കൃപാസനത്തിലൊക്കെ ആദ്യമൊക്കെ വന്നപ്പോൾ ഞാൻ ഛർദ്ദിച്ചിട്ടാണ് വഴിയിൽ നിന്നൊക്കെ ഞാൻ വന്നത്. പക്ഷേ ഇവിടെ വന്ന് ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് ഈ ഉപ്പും കഴിക്കുകയും തൈലം പുരട്ടിയൊക്കെ പ്രാർത്ഥിച്ച്, പിന്നെ അമ്മയുടെ ഈ കാശുരൂപം, ഉടമ്പടി കാശുരൂപം ഞാൻ വെച്ച് എപ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇപ്പം അങ്ങനെയൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു 2 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കര നടുവേദനയായിരുന്നു. എന്താണെന്നൊരു റീസൺ ഇല്ലാതെ നടുവേദന. ഞാൻ ഒരുപാട് മരുന്നൊക്കെ കഴിച്ചിട്ട് എനിക്ക് മാറിയില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു ദിവസം സ്കാൻ ചെയ്യാമെന്നും പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൻ്റെ പത്രമൊക്കെ കൊണ്ടാണ് പോയത്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന സ്കാനിങ്ങിലുള്ള അവിടുത്തെ എല്ലാവർക്കും കൃപാസനം പത്രം കൊടുക്കുകയും പിന്നെ ഉപ്പെടുത്ത് ഞാൻ അവിടെ ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പം അന്നേരം അവർ പറഞ്ഞു, ഇന്നിപ്പം ഞങ്ങൾ സ്കാൻ ചെയ്യുന്നില്ല, കാരണം ഇവിടെ കറണ്ട് ഇല്ല, അപ്പം അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉപ്പെടുത്ത് ഞാൻ ആ സ്കാനിങ്ങിൻ്റെ അവിടെ തന്നെ ഇട്ട് പ്രാർത്ഥിച്ചിട്ട്, ആ ടേബിളിൻ്റെ അവിടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, ഈ ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് ഇനി ഇങ്ങോട്ട് വരാൻ ഇടയാക്കരുത്, അമ്മ തന്നെ എനിക്കിതിനൊരു സൊല്യൂഷൻ ചെയ്തു തരണം എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഡോക്ടറുടെ പേര് പറഞ്ഞു തന്നു. ഞങ്ങൾ നേരത്തെ പോയിരുന്നൊരു ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഡോക്ടറെ വിളിക്കുകയും അന്ന് മുതൽ എനിക്ക് ആ മരുന്ന് കഴിച്ചപ്പോൾ മുതൽ എനിക്ക് അത് സൗഖ്യമാവുകയും ചെയ്തു. പിന്നെ എന്ത് അസുഖം വന്നാലും ഞാനും എൻ്റെ മക്കൾക്കും എല്ലാം ഞങ്ങൾ ഉടമ്പടി തൈലം പുരട്ടുകയും ഉപ്പും ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് പലപ്പോഴും വളരെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന അവസരത്തിൽ മാത്രമേ ഞങ്ങൾ മരുന്ന് വാങ്ങാറുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും തന്നെ ഈ ഉടമ്പടി ഉപ്പും തൈലമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ അസുഖത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മാറിയിരുന്നത്. അതുപോലെ എനിക്ക് ഈ അസിഡിറ്റിയുടെ ഭയങ്കര പ്രോബ്ലം ഉണ്ടായിരുന്ന സമയത്ത് വയറൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വീർത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ ഉപ്പിട്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അമ്മയുടെ സാന്നിധ്യം അറിയണം. അവിടെ വരുന്നത് ഏത് മെയിൽ ഓർ ഫീമെയിൽ ഏത് ഡോക്ടറാണെങ്കിലും ഒരു ആഷ് കളറുള്ള ഡ്രസ്സായിരിക്കണം അമ്മ ഇട്ടേക്കണേന്ന് പറഞ്ഞു. കൃത്യം അതുപോലെ തന്നെ വന്ന ഒരു മെയിൽ ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ വന്നൊരു ആഷ് കളറ് സിൽവർ ഗ്രേ ഷർട്ട് ഇട്ടിട്ടാണ് ആ ഡോക്ടർ വന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പായി അത് അമ്മയുടെ സാന്നിധ്യമെന്ന്. അപ്പം സ്കാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഡോക്ടർ പെട്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞു, അപ്പോൾ എനിക്ക് ബൾക്കി യൂട്രസും ഫാറ്റി ലിവറും ഫൈബ്രോയിഡും ഒക്കെ അങ്ങനത്തെ പ്രോബ്ലമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച ഉടനെ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു, എല്ലാം കുറഞ്ഞല്ലോ എന്ന് എന്നോട് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ഒരു ബർത്ത്ഡേയുടെ സമയത്ത് എനിക്ക് അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ ഇന്ന് ബർത്ത്ഡേ, എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അമ്മ തരണം എന്ന് ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം ഒരു മഴവില്ല്, അപ്പോൾ എൻ്റെ കൂടെയുള്ളൊരു കുട്ടി അതെന്നെ കാണിച്ചു തന്നതേ ഒരു മഴവില്ല് കണ്ടുവന്നു. അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരിക്കൽ പോലും ഞാൻ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അവിടെ ഒരു മഴവില്ല് കണ്ടിട്ടില്ല. പക്ഷേ അന്ന് എനിക്ക് അമ്മ ഒരു മഴവില്ല് കാണിച്ചു, നമ്മുടെ സാന്നിധ്യം കാണിച്ചു തന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ വളരെ വേദനിച്ചിരുന്ന ഭയപ്പെട്ടിരുന്ന ഒരു സമയത്ത് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എനിക്കത് ഉണ്ടാവരുത്. അപ്പം ഞാൻ 91-ാം സങ്കീർത്തനം അത്യുന്നതൻ്റെ സംരക്ഷണവും ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അന്നേരം എനിക്കൊരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു അടയാളം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പം ഒരു മഴവില്ലായിരുന്നു ഞാൻ കണ്ടത്. പിന്നീട് എനിക്കപ്പം മനസ്സിലായി, എനിക്കിനി അത് ഒരിക്കലും അസുഖം എനിക്ക് വരത്തില്ല എന്നുള്ള എനിക്ക് അതുപോലെ മാതാവിൻ്റെ ഒരു അഷുറൻസ് എനിക്ക് കിട്ടി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളരെ സങ്കടപ്പെട്ടൊക്കെ വിഷമിച്ച് എന്തെങ്കിലും ഇരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ ഞാൻ അമ്മയുടെ എനിക്കൊരു പ്രസൻസ് തരണോ അമ്മ എന്ന് പറയുമ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു പ്രസൻസ് അമ്മ. ഇപ്പോൾ ചിലപ്പം ആകാശത്ത് നല്ല ക്ലിയർ ആയിരിക്കും സ്കൈ, പക്ഷേ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു സിൽവർ ഗ്രേ കളർ വന്ന് കംപ്ലീറ്റ് കവർ ചെയ്യുക. അങ്ങനെ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അമ്മയുടെ ആ പ്രസൻസ് എനിക്ക് ഏത് നിമിഷവും, എനിക്ക് ഒരു ഫിസിക്കൽ ഫേവർ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് അമ്മയുടെ ആ പ്രസൻസ്, ഈശോയുടെ പ്രസൻസും എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടുകയും അത് എൻ്റെ എല്ലാ കോണ്ടാക്ട്സിലുള്ള എല്ലാവർക്കും പിന്നെ സ്റ്റാറ്റസിലുമൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഉടമ്പടി ധ്യാനം കൂടും എല്ലാ ചൊവ്വാഴ്ചകളിലും. എനിക്ക് സപ്പോസ് ഒരു ദിവസമെങ്കിലും കൂടാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ
ഞാനത് പിന്നീട് എപ്പോഴെങ്കിലും പല പ്രാവശ്യം ഞാനത് കൂടാറുണ്ട്. ഒരാഴ്ചയിൽ തന്നെ 2-3 പ്രാവശ്യം ഉടമ്പടി ധ്യാനം ഞാൻ കൂടും. അപ്പോൾ ഞാൻ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ അടുക്കളയിലൊക്കെ ചെയ്യുമ്പോൾ ഞാനിത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതൊരു ഒട്ടും ഞാൻ ടയേർഡാവില്ല. എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഈ ഉടമ്പടി ധ്യാനം വെച്ചിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാർത്ഥനകൾ വെച്ചിട്ട് കൂടുമ്പോൾ എനിക്ക് ഒട്ടും ഒരു ക്ഷീണം തോന്നുകയോ മടുപ്പ് തോന്നുകയോ ചെയ്യാറില്ല. പിന്നെ അതുപോലെ എനിക്ക് പേപ്പർ, ഞാനിവിടെ വന്ന് ഞങ്ങളുടെ അടുത്ത് കുറേ ഹിന്ദിക്കാരും തമിഴ് ആൾക്കാരും ഉണ്ട്, ഒത്തിരി ജോലിക്ക് വരുന്നവർ. അപ്പം ഞാനിവിടെ വന്ന് തമിഴും ഹിന്ദിയും പേപ്പറൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതെല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ മലയാളം പേപ്പറാണെങ്കിലും ഒത്തിരി പേർക്ക് അത് ഞാൻ പള്ളികളിലായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്. പക്ഷേ പിന്നീട് അത് ഞാൻ കൊടുക്കാറില്ലായിരുന്നു. ഒത്തിരി പേര് പള്ളിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും പിന്നെ ഈവൻ മെട്രോ സ്റ്റേഷനിലും അതുപോലെ എവിടെയൊക്കെ ഞാൻ പോകുന്നുണ്ട്. ഈവൻ ലുലു മാളിലൊക്കെ ഞാൻ പോകുമ്പോഴൊക്കെ ഞാൻ ഈ പത്രം, അമ്മയുടെ കൃപാസനം പത്രവും കൊണ്ടുപോയിട്ട് ഞാൻ അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പ്രാർത്ഥിക്കും ഞാൻ അമ്മയെ ആർക്കാണ് ഞാൻ കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ എനിക്ക് അമ്മ തന്നെ എനിക്ക് കാണിച്ചു തരാറുണ്ട്. ചുരുക്കം 1-2 ആൾക്കാർ മാത്രമേ എന്നോട് വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരേ ഒരാൾ മാത്രം ഇച്ചിരി മോശമായിട്ട് സംസാരിച്ചതേ ഉള്ളൂ. പക്ഷേ ആ മനുഷ്യൻ തന്നെ ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ശരി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ തന്നെ എന്നോട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സാരമില്ല, ഞാനെപ്പോഴും ഇങ്ങനത്തെ മേടിക്കുന്ന കേട്ടോ, ഞാനത് അങ്ങനെ പറഞ്ഞത് അറിയാതെ എന്ന് പറഞ്ഞു. പിന്നെ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ചുമ്മാ ഇങ്ങനെ പേപ്പർ ഇട്ട് മീൻസ് കൃപാസനത്തിൻ്റെ പത്രങ്ങൾ കിടക്കുന്ന കാണുമ്പം അതെല്ലാം ഞാൻ എടുത്തു കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന, അതായത് ഞാൻ ആരെ കണ്ടാലും കഴിവതും ഞാൻ എൻ്റെ അനുഭവങ്ങളെല്ലാം ഞാൻ പറയാറുണ്ട്. നിങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ ഒത്തിരി അനുഗ്രഹം കിട്ടുമെന്ന് പറയാറുണ്ട്. പിന്നെ പലരും വന്ന് എന്നോടിങ്ങനെ സങ്കടങ്ങൾ പറയും, അങ്ങനെ ഇങ്ങനെ അവരുടെ ഓരോ അവസ്ഥകൾ പറയുമ്പോൾ ഞാൻ അവരോട് പറയും, മാതാവിനോട് വന്ന് പ്രാർത്ഥിക്കുക, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറുമെന്നല്ല, അത് സഹിക്കാനുള്ളൊരു ശക്തി എന്തായാലും അമ്മ നമുക്ക് തരും. അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത്, ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് കീമോയ്ക്ക് വേണ്ടിയിട്ട് പൈസ വേണമെന്നങ്ങനെ അറിഞ്ഞപ്പോൾ ഞങ്ങൾ പലരും കൂടെ ചേർന്നിട്ട്, എൻ്റെ ചേച്ചിമാരും ഫ്രണ്ട്സും ഒക്കെ കൂടെ ചേർന്ന് ഞങ്ങൾ അവരെ സഹായിച്ചായിരുന്നു. പിന്നെ അവർക്ക് മെഡിസിൻസൊക്കെ എല്ലാ മാസവും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ആരെങ്കിലും നമ്മളോട് സഹായം ചോദിച്ചാൽ അവർക്കെല്ലാം സഹായം ചെയ്യാറുണ്ട്. പിന്നെ ആർക്കെങ്കിലും സഹായം വേണമെന്ന് എനിക്ക് തോന്നിയാൽ തന്നെ ഞാൻ അങ്ങോട്ട് ചെന്ന് അവരോട് ചോദിച്ചിട്ട് ഞാൻ അവർക്ക് സഹായം ചെയ്യാറുണ്ട്. പിന്നെ പലപ്പോഴും ഞാൻ സഹായം ചെയ്യുന്നവർ എന്നെ തിരിച്ചെനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയും, നീ അവരെ സഹായിക്കാൻ പോയാൽ മിക്കവാറും നിനക്കത് പക്ഷേ എന്നാൽ പോലും ഞാൻ അമ്മയുടെ ആ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി തിരിച്ചെനിക്ക് കിട്ടിയില്ലെങ്കിലും സാരമില്ല, എനിക്ക് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാനത് ചെയ്യുന്നുള്ള വിശ്വസിച്ചാണ് അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. തീരെ നിവൃത്തിയില്ല, വയ്യാണ്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ മാത്രമേ ഞാൻ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാതിരിക്കുള്ളൂ. പക്ഷേ അപ്പോഴും ഞാൻ ഓൺലൈൻ മാസ് കൂടാറുണ്ട്. അപ്പോൾ എനിക്ക് എവിടെ പോയിട്ടാണെങ്കിലും ഞാൻ ഒരു കുർബാന, ഞാൻ ദൂരെയാണെങ്കിലും ഓട്ടോ വിളിച്ചിട്ടാണെങ്കിലും പോയിട്ടാണെങ്കിലും ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടക്കാതിരിക്കാൻ എന്നെ അമ്മയും ഈശോയും സഹായിക്കുന്നുണ്ട്. പിന്നെ ബൈബിൾ വായിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. മിക്കവാറും എല്ലാ ദിവസവും 1000 മണി ജപമാല. എനിക്കിവിടെ വന്ന അന്ന് അച്ഛൻ ഒരു കൂട്ടായ്മ, നമ്മൾ പ്രെയർ ഗ്രൂപ്പ് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഒരു 1000 മണി ജപമാല, അഖണ്ഡ ജപമാല ഇവിടെ നിന്ന് തരുമായിരുന്നു. അതെനിക്ക് വാങ്ങാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു ജപമാല കിട്ടി. പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള 10 പേരുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ 3 പേരായിട്ട് കുറഞ്ഞു. എന്നാൽ പോലും ഞങ്ങൾ 250 മണി ജപമാല എല്ലാ ദിവസവും ചൊല്ലാൻ ഞങ്ങളെ ഈശോയെ അമ്മയെ അനുവദിക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും എന്തൊക്കെ സങ്കടങ്ങളും ദുഃഖങ്ങളും വന്നാൽ അതൊക്കെ സഹിക്കാനുള്ളൊരു കൃപ. പെട്ടെന്ന് ഞാൻ ദേഷ്യവും വിഷമമൊക്കെ ആവുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഈശോ ഓരോ വചനങ്ങൾ നൽകി എന്നെ സമാശ്വസിപ്പിക്കാറുണ്ട്. എന്നാലും ചിലപ്പോഴൊക്കെ ആ വചനങ്ങൾ കിട്ടുമ്പം അത് ചിലപ്പം ബൈബിൾ തുറന്ന് നോക്കുമ്പോഴായിരിക്കും എനിക്ക് ആ കിട്ടുന്ന ഒരു വചനം.
അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരും, ഞാൻ എന്തെങ്കിലും ഒരു വിഷമിച്ചിരിക്കുവാണെങ്കിൽ ഈശോയെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയില്ലാണ്ട് ഞാൻ ഇങ്ങനെ എന്ത് വിഷമം വന്നാലും ഞാൻ ഓടിപ്പോയി ഈശോയുടെ കയ്യിൽ പിടിച്ച് ഞാനിങ്ങനെ ഈശോയോട് ചേർന്നിരിക്കും. എന്നിട്ട് ഞാൻ പറയും, ഈശോയെ, അമ്മ മാതാവ്, എനിക്ക് ഇതൊന്ന് ഓവർകം ചെയ്യാനുള്ളൊരു കൃപ തരണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് ഓരോ വചനങ്ങൾ നൽകി എന്നെ ആശ്വസിപ്പിക്കും. അതുപോലെ പരിശുദ്ധ കുർബാനയിൽ എനിക്ക് കുറച്ചുകൂടെ സ്നേഹത്തോടെ, ഈശോയോടുള്ള സ്നേഹത്തോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനുള്ള കൃപ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. എനിക്ക് എല്ലാം പറയാൻ പോയാൽ ഒരുപാട് നേരം ആവശ്യമാവും എനിക്ക്. അതുകൊണ്ട് ഈശോയും അമ്മയും തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് അനന്തകോടി നന്ദി പറയുന്നു. ഈശോയ്ക്കും ആബായ്ക്കും പരിശുദ്ധാത്മാവിനും നന്ദിയും സ്തുതി ആരാധനയും സമർപ്പിക്കുന്നു. നേരത്തെ എനിക്ക് ആബായോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ, ആബാ പിതാവിനോട് പ്രാർത്ഥിക്കാൻ എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടെന്ന് ഇപ്പോഴും ഈശോയോട് മാത്രമേ ഞാനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം എനിക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന് ചൊല്ലുമ്പോൾ എനിക്ക് ആബാ എൻ്റെ അടുത്തിരിക്കുന്ന ആ ഒരു ഫീലുണ്ട്. ആബായും ഈശോയും പരിശുദ്ധാത്മാവും അടുത്തായിരിക്കുന്നൊരു ഫീൽ എനിക്കുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ 2 പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിട്ട് 2 പ്രാവശ്യവും എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. എഴുതി സൈൻ ചെയ്ത് തന്നാൽ മതി, മീൻസ് എഴുതി തന്നിട്ട് സൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ 2 പ്രാവശ്യം ഞാൻ വന്നു. പിന്നീട് അച്ഛൻ്റെ ഒരു ധ്യാനം കഴിഞ്ഞ പ്രാവശ്യം കൂടിയപ്പോഴാണ് അച്ഛൻ പറഞ്ഞു, നമുക്ക് അഹങ്കാരം ഉണ്ടാകും, പക്ഷെ നമ്മളത് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, ചിലപ്പോൾ ആ അഹങ്കാരം കൊണ്ടായിരിക്കും, എനിക്ക് അതിനുള്ള പാകത വന്നിട്ടുണ്ടാവില്ലായിരിക്കും ഇവിടെ കയറി നിന്ന് പറയാനുള്ള. അപ്പം ഞാൻ ഓർത്ത്, ഈശോ, എനിക്ക് എൻ്റെ അഹങ്കാരം കൊണ്ടായിരിക്കും എനിക്ക് പറയാൻ പറ്റായിരുന്നു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കുറേ വിഷമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതായിരിക്കണം എനിക്ക് ഇന്നിവിടെ വന്നപ്പം എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അവസരം അമ്മ ഈശോ ഒരുക്കി തന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും ആബായ്ക്കും പരിശുദ്ധാത്മാവിനും നന്ദിയും സ്തുതിയും സ്തോത്ര ആരാധനയും സമർപ്പിക്കും.